ഹലോ വെൽക്കം ടു ദ ഷോ. ചില സിനിമകളിലെ നായികമാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരെ നമുക്കറിയാലോ, ഇതുപോലൊരാളെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടല്ലോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ എല്ലാം മനസ്സിൽ വളരെ കുറച്ച് കാലം കൊണ്ട് ഇടം നേടിയ ഒരു നായികയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്, ശിവദ. അപ്പോൾ ശിവദയെ കൈരളി ടി വിയിൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പഴയ സ്കൂളിലേക്കൊക്കെ കുറേ കാലം കഴിഞ്ഞ് പോയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ശരിക്കും പഴയ സ്കൂളിലേക്ക് നമ്മൾ വിളിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് വേണ്ടത്. കാരണം ഇവിടുന്നാണ് കൈരളി ടി വിയിൽ നിന്നാണ് ശിവദ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു ഷോയിൽ ശിവദയാണ് കൂടെയുള്ളത്. വെൽക്കം ടു ദ ഷോ. ഹായ് ഹായ് ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു അനുഭവമല്ലേ, എനിക്ക് ഇപ്പോൾ ഗസ്റ്റായിട്ട് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പേര് വിളിക്കുന്നു, എല്ലാവരെയും അറിയാം ശിവദയ്ക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഞാൻ സെയിം ഇത് തന്നെ ഓർത്ത് ഭയങ്കര ശരിക്കും ഒരു അലുമിനിയൊക്കെ പോകുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം ലൈവ് ഷോസ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അങ്കമാലിയില്ല വീട്. അപ്പോൾ വരുന്ന സമയത്ത് എറണാകുളത്തെ ട്രാഫിക് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരത്തെ ഇറങ്ങിയാലും ഇവിടെ വന്ന് എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക് ഒക്കെ ആയിരിക്കും. നമ്മൾ പ്രഡിക്റ്റ് ചെയ്താലും ഒട്ടും ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പൊ ചില സമയത്തൊക്കെ ഇങ്ങനെ ചാടി പറന്നൊക്കെ വന്നിരുന്ന് മേക്കപ്പ് പോലും ഇടാണ്ടിരുന്ന് സ്റ്റാർട്ടിങ് കുറേ ചെയ്തിട്ട് അപ്പൊ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിരുന്നപ്പോ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വന്നിരുന്ന സമയത്ത് നമ്മൾ ക്യാമറയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും ക്യാമറമാൻ വന്നിട്ട് വിളിച്ച പേര് വേറെയായിരുന്നു. അതെ. അപ്പോൾ ശരിക്കും എന്താണ് പേര് മാറ്റത്തിന്റെ ഒരു കാരണം? അവിടുന്ന് ചോദിച്ചു തുടങ്ങാമെന്ന് തോന്നുന്നു എനിക്ക്. ശരിക്കുള്ള പേര് ശ്രീലേഖ. അതായിരുന്നു ഫസ്റ്റ് മൂവി ചെയ്യുമ്പോഴും അത് തന്നെയായിരുന്നു. ഫാസിൽ സാറിന് പേര് മാറ്റണം എന്ന് പറയണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു ടൈമിൽ പേര് മാറ്റാം അങ്ങനത്തെ ഒന്നും മൈൻഡിലേ ഇല്ലായിരുന്നു. കാരണം ഞാൻ മൂവീസിനെ ചെയ്യുമോ ഒന്നും അറിയില്ല. കാരണം എഞ്ചിനീയറിംഗ് ആയിരുന്നു, ജോലി കിട്ടിയ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ജോലിക്ക് പോകാം എന്നുള്ള ഒരു പടം ചെയ്തിട്ട് അങ്ങ് പോകും, അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ പക്ഷെ തമിഴ് മൂവി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ശ്രീ ഒരുപാട് പേരുണ്ട്. ശ്രീ ദിവ്യ, പിന്നെ ശ്രീലേഖ എന്ന് പറഞ്ഞ പേരിൽ തന്നെ ശ്രീലേഖ പാർത്ഥസാരഥി സിംഗർ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് വേണ്ട, വേറെ എന്തെങ്കിലും പേരിടാന്നുണ്ട്. അപ്പൊ അവര് എന്തെങ്കിലുമൊക്കെ പേരിടുന്നേക്കാളും നമ്മൾ കുറച്ച് മീൻസ് ന്യൂമറോളജി നോക്കിയിട്ട് അപ്പോ അത് അങ്ങനെ ഇട്ടതാണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്നെ ആരെങ്കിലും ശിവദ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ സെറ്റിൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കാറില്ല, അങ്ങനെ ഇരിക്കും. അതന്നെ വേറെ ഒരു മൈൻഡിലേ വരില്ല ആ ഒരു പേര്. എന്റെ അമ്മ വിളിച്ചു പറയും നിന്നെയാ വിളിക്കുന്നത്. പിന്നെ പക്ഷെ ഇപ്പൊ ശിവദയാണ് കൂടുതൽ എല്ലാവരും വിളിക്കുന്ന പേരും ശിവദയാണ്, ആൾക്കാർക്ക് അറിയുന്ന പേരും ശിവദയാണ്. സോ ഇപ്പൊ ശിവദയാണ് ഇറ്റ്സ് ക്ലോസ് ടു ഹാർട്ട്. പക്ഷെ അപ്പൊ ന്യൂമറോളജി വർക്ക്സ്. ഇറ്റ് വാസ് റിയലി വർക്ക് ഫോർ മീ ഇൻ മൈ കേസ്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തെ സിനിമയിലേക്ക് വരാം. അതൊരു എന്താ പറയുക, ഏതൊരു സിനിമ ആയിരിക്കുന്ന ഏതൊരു കുട്ടിയുടെയും ഡ്രീമാണ് ഫാസിൽ സാറിൻ്റെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരുപാട് മാർക്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരാളായിരുന്നു സാർ. അപ്പൊ ശരിക്കും എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അപ്പൊ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ മൂവീസ്? ആ ഒരു ടൈമിൽ എനിക്ക് എന്തോ മനസ്സിലങ്ങനെ ഓഫേഴ്സ് വരുമായിരുന്നു ചെറുപ്പം മുതൽ. അപ്പൊ നമ്മൾ ഈ ആങ്കറിങ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു VG ഒക്കെ ചെയ്ത് നമുക്ക് പോക്കറ്റ് മണി അങ്ങനത്തെ രീതിയിലായിരുന്നു. ഇത് ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഒട്ടും തന്നെ ഇല്ല. ഫാമിലിയിൽ ആർക്കും ഇല്ല, താല്പര്യം ഇല്ല. എല്ലാവരും ഭയങ്കര എഞ്ചിനീയേഴ്സും, അതൊക്കെയാണ് ഞാനും എഞ്ചിനീയർ ആവാനുള്ള ഒരു കാരണം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ സാറിന്റെ ഓഫർ വന്നപ്പോൾ ലൈക്ക് എല്ലാവരും പറഞ്ഞിരുന്നു നല്ല ഇത്രയും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, കാരണം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടർ. അപ്പൊ ഞാനും നോക്കിയിട്ട് കിട്ടിയാലും ഊട്ടി അല്ലെങ്കിൽ ചട്ടി, ആ ഒരു രീതിയായിരുന്നു. അപ്പൊ സാറിന്റെ പടം ചെയ്ത് ഐ വാസ് ലൈക്ക്, ഞാൻ തമിഴിൽ ഫസ്റ്റ് മൂവി ചെയ്യുന്നത് നെടുഞ്ചാലയാണ്. അപ്പൊ എൻ്റെ അടുത്ത് അത് ജില്ലൊരു കാതൽ പടത്തിന്റെ ഡയറക്ടർ ആയിരുന്നു. സാർ എൻ്റെ അടുത്ത് പറഞ്ഞ്, സാർ ഞാൻ എൻ്റെ പടം ഒന്നും കണ്ടിട്ടില്ല, എൻ്റെ ആക്ടിങ് സ്കില്ലും ഒന്നും അറിയില്ല. പുള്ളിയുടെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് മാത്രമേ ഉള്ളൂ, ഫാസിൽ സാറിന്റെ ഹീറോയിൻ അല്ലേ, പുള്ളിക്ക് അങ്ങനെ തെറ്റ് പറ്റത്തില്ല, പുള്ളി ഒരാൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിലേ പുള്ളി ചൂസ് ചെയ്യത്തുള്ളൂ, അങ്ങനെ പുള്ളി പറഞ്ഞു. അപ്പോൾ ഫാസിൽ സാർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല തമിഴ് ഇൻഡസ്ട്രിയിലും എല്ലാവർക്കും ആ ഒരു പേര്, എല്ലാവർക്കും ഇതായിട്ടുള്ള പേര്. തമിഴിലും ആ ഒരു മുമ്പേ ഉണ്ടായിരുന്ന കുറെ സിനിമകൾ തമിഴിലും ഒരുപാട് സിനിമ. അപ്പോ പിന്നെ എപ്പോഴാണ് സിനിമയെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് തമിഴ് മൂവി ടൈമിൽ ഫാസിൽ സാറിന്റെ പടത്തിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചെങ്കിലും ഞാൻ ആ ഒരു സ്റ്റേജിൽ ദാറ്റ് മൂവി ഇറ്റ് വാസ് ആൻ ആവറേജ്, ഇറ്റ് ഡിഡ്ന്റ് ഡു ദാറ്റ് വെൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ പിന്നെ അതുപോലത്തെ ആയിരുന്നു. കുറെ പടങ്ങളൊക്കെ അങ്ങനെയില്ല, കുറെ പടങ്ങളൊക്കെ വന്നെങ്കിലും ഒന്നിനും ഒരു സ്പാർക്ക് ഫീൽ ചെയ്തില്ല. അപ്പൊ പിന്നെ ഞാൻ ഓർത്തുന്ന പിന്നെ നിർത്തി. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അത് കഴിഞ്ഞ ഉടനെ നെടുഞ്ചാലയിൽ വന്നു. നെടുഞ്ചാലയിൽ എനിക്ക് ഈ ട്രാൻസ്ഫോം മീ, കാരണം ആ ഒരു പടം 2 വർഷം എടുത്തു. അതില് എന്റെ ക്യാരക്ടർ നന്നായിട്ട് വണ്ണം വയ്പ്പിച്ച് എന്നെ ദാബയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ സാറ് 6 months എന്നെയും ആ ഹീറോനെയും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിരുന്നു. അപ്പോൾ ആ ഒരു 6 monthsലായിരിക്കും എനിക്ക് തോന്നുന്നു
കൂടുതൽ ഞാൻ ഓക്കെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സാധനം. സിനിമ അതെ, ഉണ്ടാവുന്നത് ഞാനപ്പോ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ വിക്രം സാർ അതിന് വേണ്ടിയിട്ട് ഇത്രയും ഇത് ചെയ്തു, അങ്ങനെ ഇങ്ങനെ കുറെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇത്ര ഇത് ചെയ്യുമ്പോൾ അങ്ങനെയാണ് സ്ലോലി ഐ തിങ്ക് ഐ ബിക്കേം പാഷനേറ്റ് അബൌട്ട് മൂവീസ്. അപ്പോൾ പിന്നെ ഇനി ഇപ്പോൾ വരുന്ന ഒരു മാസം 2 സിനിമ റിലീസ്. അതെ. അതുപോലെ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ജയസൂര്യ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ, ശിവദ പണ്ട് ജയേട്ടന്റെ കൂടെ കോളേജിൽ പോയപ്പോ അതെന്റെ ഫ്രണ്ട് ഒപ്പിച്ച പണിയാണ്. അല്ല, ആക്ച്വലി ഞങ്ങൾ ടൂറിന് പോയപ്പോൾ കോളേജ് ഫസ്റ്റ് ഇയർ ആ ഒരു ടൈമിലായിരുന്നു പോയപ്പോൾ കിലുക്കം കിലുക്കത്തിന്റെ ഷൂട്ട് അടക്കമായിരുന്നു ഊട്ടിയിൽ. അപ്പോൾ ഞങ്ങൾ ഊട്ടി പോയപ്പോൾ ചേട്ടനോട് ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ അതിന് മുമ്പ് ചേട്ടൻ എൻ്റെ സ്കൂളിൽ ഒരു ആനിവേഴ്സറിക്ക്, അവിടെ സ്കൂൾ ആനിവേഴ്സറിക്ക് വന്നപ്പോൾ അപ്പോൾ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിച്ചത്, അത് ഇപ്പോഴും ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ ഷൂട്ടിന് വന്നപ്പോൾ ഞാൻ ചേട്ടനോട് ഇതൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഇതാണ് ഞാൻ ഓട്ടോഗ്രാഫൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ ചേട്ടനോട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എവിടെ നിന്നൊന്നും അറിയില്ല. പിന്നെ ഞാനിങ്ങനെ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഇത് ഒപ്പിച്ചത്. അവളാണ് ഇങ്ങനെ ടാഗൊക്കെ ചെയ്തത്. പിന്നെ അത് എൻ്റെ അറിയില്ല. മനസ്സറിയാൻ പറ്റുന്ന ഒരാളുടെ രീതിയിൽ സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സുധി വാൽമീകം എന്ന് പറഞ്ഞ സിനിമയിൽ. അത് ചിലപ്പം ഡയറക്ടറിന്റെ കഴിവായിരിക്കാം, എന്നാൽ കൂടെ എങ്ങനെയാണ് ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിയത്? അത് ആക്ച്വലി നെടുഞ്ചാലെ കണ്ടിട്ടാണ് സാറിന്റെ അസോസിയേറ്റ് ജീവൻ ചേട്ടനാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ 1 ലൈൻ പറഞ്ഞു പോയി സാറിനെ മീറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെയാണ്, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഒറ്റ ഇതുണ്ടായിരുന്നു, 2 ഹീറോയിൻസും ഉണ്ട് പടത്തിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ടീം ഇറ്റ് വാസ് വെരി സ്ട്രോങ്. ഒന്നും പറയണ്ട, ജയേട്ടൻ പിന്നെ രഞ്ജിത്ത് സാർ അത്രയ്ക്ക് എക്സ്പെക്ടേഷൻസ് ഉള്ള ടീമാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, കാരണം ഇതെൻ്റെ കംബാക്ക് ആയിരിക്കും. ഞാൻ ആക്ച്വലി പടം ചെയ്യേണ്ട ഇനി മലയാളത്തിൽ നിന്ന് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ കംബാക്ക് ആകുമ്പോൾ എനിക്ക് അത്രയും നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ സാർ ഞാൻ ചെയ്യുന്നുള്ളൂ, എനിക്ക് ഞാൻ ചെയ്യുന്നില്ല എന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുള്ളൂ, എനിക്ക് ഉറപ്പുണ്ട് ശിവദ, ഇറ്റ് ഇസ് ഗോൺ ബി എ കം ബാക്ക് ഫോർ യു, ഇറ്റ് ഇസ് ഗോൺ ബി എ ലൈക്ക് ഒരു ബിഗ് ബാങ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. സാറിൻ്റെ വാക്ക് ആക്ച്വലി അപ്പം ഞാൻ ആന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തെങ്കിലും എനിക്ക് ഇപ്പം റിലീസായി ഇപ്പം ഇത്രയും ആയെങ്കിലും ഐ എം ലൈക്ക് ഒരു 200% സാറിൻ്റെ ഗ്യാരണ്ടി കിട്ടിയ ഒരു ഇത് ഇപ്പോഴും ഫീൽ ചെയ്യുന്നു. കാരണം ഞാനിപ്പോൾ 2-3 പേരെടുത്ത് പറഞ്ഞുള്ളൂ, ലാസ്റ്റ് വീക്കാണ് എയർപോർട്ടിൽ ഞാനൊരു ആക്ടറിനെ കണ്ടു, മലയാളം ആക്ടറാണ്, ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു സീനിയർ മോസ്റ്റ് ആക്ടറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ചെന്ന് പരിചയപ്പെട്ടു. സർ ശിവദയാണ്, ഇങ്ങനെ മൂവിയിലൊക്കെ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സോറി കേട്ടോ, ഏത് പടമാണ് റിലീസായത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സുധി വാൽമീകം എന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി കുറച്ചു നേരം മിണ്ടിയില്ല, പിന്നെ പെട്ടെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കല്യാണി. അപ്പം ഞാൻ ഐ വാസ് ലൈക്ക് ഓ ഗോഡ്, കാരണം നമ്മുടെ പേര് ഓർക്കാണ്ട് നമ്മൾ ചെയ്ത ക്യാരക്ടറിനെ ഓർക്കാന്ന് പറയുമ്പോൾ അത്ര രജിസ്റ്റർ ആയതുകൊണ്ടല്ലോ. അപ്പോൾ ഐ വാസ് ലൈക്ക് സോ ഹാപ്പി. എന്നിട്ട് പുള്ളി ഇത്രയും കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സോറി കേട്ടോ, ഞാൻ അത്ര എക്സൈറ്റഡ് ആയത്, എനിക്ക് ആ ക്യാരക്ടർ അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഒരു സീനിയർ മോസ്റ്റ് ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും പലർക്കും എൻ്റെ പേരറിയില്ല, കല്യാണി ചേച്ചി എന്നാ വിളിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ സ്വന്തമായിട്ട് എടുത്തിരുന്നോ, അതോ ഒരു ഡയറക്ടേഴ്സ് ആക്ടർ ആണോ? ഇല്ല, ഞാൻ സ്വന്തമായിട്ടെന്ന് പറഞ്ഞപ്പോൾ സാർ എൻ്റെ അടുത്ത് ആ ഒരു അതൊരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയിട്ടാണ്. അപ്പൊ അതിനൊരു ഇതുണ്ട് NPL പ്രോഗ്രാം. അപ്പൊ അതൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ ലിങ്ക്സ് ഒക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു സാർ. അപ്പൊ അതൊക്കെ കാണാൻ പറഞ്ഞിരുന്നു. അല്ലാണ്ട് വേറെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒന്നും ചെയ്യണമെങ്കിൽ പോരെ എന്ന് പറഞ്ഞു. ഹീസ് എ വെരി കൂൾ ഡയറക്ടർ. ഇത്രയും കൂളായിട്ടുള്ള, കാരണം ലൈറ്റ് പോകുന്നു, പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ എടുക്കണം ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷെ പുള്ളി സൂപ്പർ കൂളായിട്ട് മോണിറ്ററിന്റെ ഫ്രണ്ടിലിരിക്കും. അപ്പൊ ഞാൻ എന്നിട്ട് ഒരു ദിവസം ചോദിച്ചു സാർ ഇങ്ങനെ കൂളായിട്ടിരിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞാണ് എനിക്ക് പകരം കൂടെ അവരവിടെ ഇരുന്ന് ടെൻഷൻ എടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാനും കൂടെ ഇവിടെ അങ്ങനത്തെ ഒരു ജയേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഇപ്പം പല ആക്ടേഴ്സും ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഭയങ്കര എഫേർട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരാള് ജയേട്ടനാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. എനിക്ക് ചേട്ടൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ പടത്തില് ഉണ്ട് എന്നുള്ള അറിഞ്ഞു, സുധി വാൽമീകം. അപ്പൊ ചേട്ടന്റെ കൂടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ സാർ ഇവിടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ചെന്നൈക്ക് തിരിച്ചു പോവാ. ആ ഫ്ലൈറ്റിൽ ചേട്ടൻ എന്ന് ഫിലിം ഫെയർ അവാർഡ്സിന് വാങ്ങിക്കാനായിട്ട് ചെന്നൈക്ക് പോവാം. അപ്പൊ ഞാൻ ചേട്ടനെ കണ്ടു, ചേട്ടനെ ക്രോസ് ചെയ്ത് പോയി. അപ്പൊ ഞാൻ ചിരിച്ചു, എനിക്ക് പോയി സംസാരിക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് നീ ലാൻഡ് ചെയ്യട്ടെ, ഞാൻ ചെന്ന് കാണാം എന്ന് വെച്ചിരിക്കുമായിരുന്നു. പോയ ആള് തിരിച്ചു വന്നിട്ട് ഹായ് ശിവദ, ഞാൻ ഞെട്ടി. അപ്പൊ പുള്ളി പറഞ്ഞു രഞ്ജിത്ത് എല്ലാം പറഞ്ഞു, ഞാൻ ഫോട്ടോസൊക്കെ കണ്ടു കേട്ടോ, നന്നായിരുന്നു, അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ ഒരു പകുതി മുക്കാൽ നമ്മൾ പറയില്ലേ, ഐ വാസ് ലൈക്ക് ഓക്കെ റിലീ ഭയങ്കര കമ്പനി ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളൂ, ലൈക്ക് ഒരു ലൊക്കേഷനിൽ ഇപ്പൊ 5 പേരുണ്ടെങ്കിൽ 5 പേരെയും ഭയങ്കരമായിട്ട് നമ്മൾ പെട്ടെന്ന് ഒരാളെ കണ്ടാലും അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് പുള്ളി ഒരുപാട് കാലമായിട്ട് അറിയാവുന്ന ഒരാളെ പോലെ പെരുമാറും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും, ലൈക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ആയാലും ശരി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ പുള്ളി ഒരു പ്രൊഡ്യൂസറാണ്, പുള്ളി ഒരു ആക്ടർ ആണെന്നൊന്നുമില്ല. അവിടെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് ആണെങ്കിൽ പോലും പുള്ളി അത് പോയിരുന്നു ചെയ്യും. അവിടെ നിലം തുടച്ചില്ലല്ലോ എന്ന്, അവിടെ പോയി നിലയൊക്കെ തുടക്കുന്നുണ്ടപ്പോൾ ഞാൻ ഓർത്ത് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യും. കാരണം ഒരു ഷോട്ടിന് അവിടെ നിന്ന് പൊടി എന്തോ ഉണ്ടായിരുന്നു ഗ്ലാസ്സിൽ.
അപ്പൊ 2-3 തവണ ഡയറക്ടർ സാർ പറഞ്ഞിട്ടും ആരും എന്തോ ചെയ്തില്ല. പുള്ളി വേഗം താഴെ കിടന്ന് തുണി എടുത്ത് തുടച്ചപ്പോൾ ഞാനോർത്ത് ഇവിടെ ഇന്ന് ഡയലോഗും ഇടയ്ക്ക് ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, അതിന്റെ കൂടെ എന്റെ കൂടെ അതിന്റെ ഇടയ്ക്ക് അവിടെ ആ പണിക്ക് പോകുന്നു. ഈസ് ലൈക്ക് എ കംപ്ലീറ്റ് ആക്ടർ. ഇനി നമ്മൾ മലയാളികളുടെ കാര്യം പറയുമ്പോൾ ശരിക്കും നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അയ്യോ ഈ കുട്ടി നന്നായിട്ട് അഭിനയിച്ചൊക്കെ വന്നതായിരുന്നു, ഇപ്പൊ കല്യാണം കഴിച്ചു ഇനിയിപ്പോ അങ്ങനെ വിചാരിക്കും. പക്ഷെ അതിനും ഒരു അപവാദമായിട്ട് പിന്നെ ഒരുപാട് സിനിമകൾ ചെയ്തു കൂടുതൽ. അതെ, ഡെഫിനറ്റ്ലി അത് എന്താ പറയുക, ഒരു ആക്ടറിനെ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ തന്നെയാണ് കല്യാണം കഴിച്ചതെന്നുള്ളത് കൊണ്ട് നമുക്ക് അത്ഭുതപ്പെടാനില്ല. എന്നാൽ കൂടെ ഇത്രയും ആക്റ്റീവായിട്ട് പൊതുവെ ആൾക്കാർ ശരി കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു 1-2 വർഷമൊക്കെ ബ്രേക്ക് എടുക്കാം, നമുക്ക് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെയാണ് വിചാരിക്കുക. പക്ഷെ ശിവദ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ മൂവീസ് ഇടി ഒരുപാട് ഇപ്പോൾ ഈ വന്ന 2 കല്യാണത്തിന്റെ റിസപ്ഷൻ കഴിഞ്ഞിട്ട്, റിസപ്ഷൻ ഡിസംബർ 15-നായിരുന്നു. ഡിസംബർ 16-ന് ഞാൻ ഷൂട്ടിന് പോയി. എന്നിട്ട് ഇപ്പോഴും അത് പറയും എന്നോട്. ലൈക്ക് ഞാനും ആക്ച്വലി എല്ലായിടത്തും പറഞ്ഞു, പുള്ളിയും കേട്ടു മടുത്തു, എല്ലാവരും മടുത്തു. ഹീസ് വെരി സപ്പോർട്ടീവ്. ഈ അല്ല മൊത്തം ഫാമിലി സപ്പോർട്ടീവ് അല്ല. പക്ഷെ എനിക്കെന്താന്ന് വെച്ചാൽ എനിക്ക് ബാലൻസിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ലൈഫും ശരി, കരിയറും ശരി. കരിയറിന് വേണ്ടിയിട്ട് ലൈഫിനെയും ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ലൈഫിന് വേണ്ടിയിട്ട് കരിയറും. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. സോ ആ ഒരു ടൈം വരുമ്പോൾ ചിലപ്പോൾ ഞാനും ബ്രേക്ക് എടുക്കുമായിരിക്കും. ബട്ട് റൈറ്റ് നൗ ഐ ആം ബിസി വിത്ത് മൂവീസ്. അങ്ങനെയാണ്. അപ്പൊ ഇനി ഇപ്പോൾ ഉള്ള സിനിമകളുടെ വിശേഷങ്ങളിലേക്ക് വരാം. അച്ചയൻസിൽ ഞങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട്, അതും ഉണ്ണി പാടിയിട്ടുള്ള ഒരു പാട്ട്, പിന്നെ ലക്ഷ്യ. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് ഈ സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ? ഇപ്പോൾ മെയ്യിലാണ് 2 പടവും. മെയ് 5-ന് ലക്ഷ്യം, അച്ചയൻസ് മെയ് 12-ന്. ഇത് ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള മൂവി റിലീസസ്. അത് 2017-ലാണ് ഇത്രയധികം റിലീസസും. തമിഴിൽ ഒരെണ്ണം റിലീസായി, ഇപ്പൊ മെയ്യിൽ 2 റിലീസാണു. പിന്നെ തമിഴിൽ ഇനിയും 2 റിലീസ് ആവാൻ ഇരിക്കുന്നു. അങ്ങനെ കുറെ സിനിമകൾ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് 2017-ആണ് കുറച്ചുകൂടി ലക്കി തോന്നുന്നു. പിന്നെ പടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷ്യം ജിത്തു ജോസഫ് സാറിന്റെ സ്ക്രിപ്റ്റിലുള്ള മൂവിയാണ്. അൻസാർ സാറാണ് ഡയറക്ഷൻ, ബിജു ചേട്ടനും ഇന്ദ്രേട്ടനും. എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഇന്ദ്രേട്ടന്റെ കൂടെയാണ്. ഈ പടത്തിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് ശാലിനി. അത് എനിക്ക് തോന്നുന്നു അത് ചെറിയൊരു റോൾ, മീൻസ് മലയാള സിനിമയിൽ ശാലിനി എന്ന് പറഞ്ഞ കഥാപാത്രമല്ലേ നമുക്ക് ശാലിനി. ഞാൻ ശാലിനി എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ശാലിനി എന്റെ കൂട്ടുകാരി, അത് അങ്ങനെ കുറെ പേരുടെ അടുത്ത് ചോദിക്കുന്നത്. ചെറിയൊരു സ്ക്രീൻ സ്പേസ് അധികം ഇല്ല, ബട്ട് എന്നാലും ആ ഒരു ക്യാരക്ടറിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു. ആ ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ ചിലപ്പോൾ പടത്തിന്റെ കഥ തന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു പിവിറ്റൽ റോളാണ്. നമുക്ക് ലക്ഷ്യം അങ്ങനെ പേര് കേൾക്കുമ്പോൾ ഒരു ത്രില്ലർ അങ്ങനെയൊക്കെയാണ് മനസ്സിലാവുന്നത്. ഇറ്റ്സ് എൻ ഇമോഷണൽ ത്രില്ലർ. ജിത്തു ജോസഫ് സാർ എന്ന് പറയുമ്പോൾ തന്നെ ടാഗ് ലൈൻ ആണ് ത്രില്ലർ എന്നുള്ളത്. ഇല്ല, പക്ഷെ ഇറ്റ് ഇസ് എൻ ഇമോഷണൽ ത്രില്ലർ. ഇതിനകത്ത് റൊമാൻസ് ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ത്രില്ലർ എലിമെന്റ്സ് ഉണ്ട്. ആക്ച്വലി നമ്മളൊരു പടം എടുക്കുമ്പോൾ നമ്മൾ പറയും ലൈക്ക് ഇത് ഫാമിലി ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഇന്ന ഗ്രൂപ്പ് ഓഫ്, പക്ഷെ ഇത് എല്ലാ ഓഡിയൻസിനെയും അട്രാക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അപ്പൊ ഇതിലെ കഥാപാത്രത്തിൽ എന്തെങ്കിലും ലൈക്ക് ഒരു സസ്പെൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ടോ, അത് കഥാപാത്രത്തെ കുറിച്ച് പറയാൻ ഇല്ല? എനിക്ക് ഇപ്പൊ പടത്തിനെ കുറിച്ചും കഥാപാത്രത്തിനെ കുറിച്ചും ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മേളുന്ന വേണ്ടി വരും. എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വിട്ടത്, ഒന്നും പറയാം. ശാലിനി എന്ന് വേണമെങ്കിൽ അത്രയും പറഞ്ഞാൽ മതി. അപ്പൊ അച്ചയൻസിൽ ആക്ച്വലി ഇതുപോലെ ഒരു എന്താ പറയാ, ഒരു വലിയ വമ്പൻ, എല്ലാരും പറയാം വമ്പൻ സിനിമ. അല്ല, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് മലയാളം ഇൻഡസ്ട്രിയിൽ ഓൾമോസ്റ്റ് 60% ആക്ടേഴ്സും പടത്തിലുണ്ട്. ഇപ്പം ജയറാമേട്ടനായാലും ശരി, ഉണ്ണി, ആദില്, പിന്നെ സഞ്ജു, അമല പോൾ, അനു സിത്താര, പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട്, ജനാർദ്ദനൻ സാറ്, ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്ക് ആക്ച്വലി കുറച്ച്, എൻ്റെ ക്യാരക്ടറിന്റെ പേര് ജെസിക്ക എന്നാ. ജെസിക്ക ആക്ച്വലി ഉണ്ണി മുകുന്ദന്റെ പേരായിട്ടാണ്. ഉണ്ണിയുടെ ക്യാരക്ടറിന്റെ പേര് ടോണി എന്നാണ്. ടോണി ആക്ച്വലി ഒരു ആൽക്കഹോളിക്കാ. അപ്പൊ പുള്ളിനെ പ്രേമിച്ചിട്ട് പുള്ളിനെ നേർവഴിക്ക് നടത്താൻ കൊണ്ടുവരുന്ന ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ജസ്റ്റ് വെരി ഷോർട്ട് ആൻഡ് സ്വീറ്റ് ക്യാരക്ടറാണ്. ഇത്രയേ ഉള്ളൂ, പക്ഷെ ഉള്ളത് ക്രിസ്പ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ടീം, കണ്ണൻ സാറിന്റെ ഡയറക്ഷനിൽ വലിയ ഒരു, എല്ലാവരും പറയുന്ന പോലെ വമ്പൻ പടം, അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഐ എം ഹാപ്പി. അത് ഇനിയിപ്പോ മെയ് 12 റിലീസ് ആവുന്നു. ഇനി എനിക്ക് തോന്നുന്നു കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോ ഇപ്പം ഭർത്താവിന്റെ വീട്ടിലാണ് താമസം. അങ്ങനെ ഞങ്ങള് ഷട്ട്ലിംഗ് ആണ് ആക്ച്വലി. ഞാൻ ചെന്നൈയില് ഞാൻ എന്റെ കോഴ്സ് ചെയ്തോണ്ടിരിക്കുക, PG ചെയ്യാണ് ഡാൻസിൽ. അതുണ്ട്. കൂടാണ്ട് തമിഴ് സിനിമ വരുമ്പോ അവിടെ ചെന്നൈയിലാണ്, മലയാള സിനിമ വരുമ്പോ ഇവിടെ നാട്ടിലാണ്. പിന്നെ അങ്കമാലി, എന്റെ വീട് ഇടയ്ക്കേ കാണുള്ളൂ. അങ്ങനെയില്ല, ഞാൻ ഫ്രീ ആയിരിക്കുമ്പോ അദ്ദേഹം ബിസി ആയിരിക്കും, അദ്ദേഹം ഫ്രീ ആയിരിക്കുമ്പോ. പ്രണയിച്ചിരിക്കായിരുന്നു നല്ലതെന്ന് തോന്നുന്നുണ്ടാവും. ഇല്ല ഇപ്പൊ എന്താന്ന് വെച്ചാൽ മറ്റേത് ഫോണിലാണല്ലോ. ഇപ്പൊ പിന്നെ അറ്റ്ലീസ്റ്റ് കാണുന്നുണ്ട്. മറ്റേത് ഫോൺ. എത്ര കാലത്ത് പ്രണയമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് പ്രണയ കഥ. അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുരളി എന്നെ ഒന്ന് തല്ലിയത് മതി ഒന്ന് നിർത്ത്. കാരണം ഓഡിയൻസ് ഒക്കെ കേട്ട് മടുത്ത് കാണുന്നു. എത്ര കാലത്തെ
കാലത്തെ ഇല്ല, പ്രണയമായിരുന്നു. we knew each other for 10 years. 10 years. We knew each Knew other. each other, yeah. പക്ഷെ ഒരു അഫയർ ഒക്കെ അത്രയൊന്നും ഇല്ല. ഈ അഫയർ ഉണ്ടെങ്കിലും പൈങ്കിളിയായിരുന്നില്ല. ഒറ്റയ്ക്ക് പോയി സിനിമ കാണുക, അല്ലെങ്കിൽ രാത്രി ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ആരും കാണാണ്ട് ക്ലാസ് ബങ്ക് ചെയ്ത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാവുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അവസാനം സിനിമയിലെത്തും. അത് അന്നും അതെ. പിന്നെ മുരളിക്ക് പിന്നെ അന്നേ ഒരു മൂവിയോട് ഒരു ക്രേസ് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ മുരളിയാണ്. അപ്പം ലൈക്ക് എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ മുരളിയും യൂസ് ടു സേ ലൈക്ക് പടം വരുമ്പോൾ ഇത്രയും പേര് എന്തോരം പേര് ചാൻസ് നോക്കി നടക്കുന്ന, കിട്ടിയിട്ട് എന്താ ചെയ്യാത്ത, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കും ഒരു ചാൻസ് വന്നു, അതേസമയം അദ്ദേഹത്തിന് ഒരു ചാൻസ് വന്നു. രണ്ടും ഇറ്റ് വാസ് ലൈക്ക് കോയിൻസിഡൻസ്. രണ്ടുപേർക്കും സൈമിൾട്ടേനിയസ് ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ പോയി. സോ ഞങ്ങൾ തമ്മിൽ കാണാറൊന്നുമില്ല ഫോണിൽ, പക്ഷെ വിശേഷങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഗ്രാജുവലി. പിന്നെ എഞ്ചിനീയറിംഗിന്റെ വഴി ഇപ്പൊ എന്തായി? വാട്ട് ഇസ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. വാട്ട് ഇസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കോളേജിലുള്ള ആൾക്കാരൊന്നും കേൾക്കാണ്ടിരുന്ന ശരി. ബിക്കോസ് ഐ ഗോട്ട് പ്ലേസ്ഡ് ഇൻ 2 ബിഗ് കമ്പനീസ്. എനിക്ക് പേര് പറയാൻ ആഗ്രഹമില്ല, ബട്ട് ഐ ഗോട്ട് പ്ലേസ്ഡ് ഇൻ വെരി ഗുഡ് കമ്പനീസ്, 2 എണ്ണം. പക്ഷെ പോയില്ല. അതിന് ആക്ച്വലി ഐ മസ്റ്റ് സേ താങ്ക്സ് ടു മൈ പേരൻസ്. കാരണം പ്രഷർ ഉണ്ടായിരുന്നു. കാരണം സിനിമ എന്ന് പറയുമ്പോൾ എത്ര കാലത്തേക്ക് ആർക്കും അറിയില്ല, പ്രെഡിക്റ്റബിൾ അല്ല. പിന്നെ ഫസ്റ്റ് മൂവി അങ്ങനെ ആയ സ്ഥിതിക്ക് ഒട്ടും ഇതല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴും അച്ഛനമ്മയും ഇപ്പോഴും പറയും നീ അറ്റ്ലീസ്റ്റ് ഒരു 2 കൊല്ലം പോയിട്ടൊന്ന് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ പോലെ ഒരു ആർക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ജോലി ഇല്ല, പറ്റാത്ത കാര്യമാണ്. ഞാൻ മേ ബി പോയിരുന്നെങ്കിലും ക്വിറ്റ് ചെയ്ത് പോകുന്നതിന്. ബിക്കോസ് ഐ വാസ് ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഒരു സിസ്റ്റത്തിന് മുമ്പിൽ. പിന്നെ എന്തിനാ അത് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും നിർബന്ധമായിരുന്നു എഞ്ചിനീയറിംഗ് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഉള്ളതിൽ കുറച്ചൊന്ന് അധികം മേലനങ്ങാണ്ട് ഇച്ചിരി പണിയെടുക്കാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ. വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ശിവദ ഈസ്? ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, ഭയങ്കര ഇതായിട്ടുള്ള കുട്ടിയല്ല. ബട്ട് എന്റെ കാര്യങ്ങളിൽ കുറച്ച് ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്. ആ ഒരു കാര്യം ഓക്കെയാണ്. പക്ഷെ കൂടുതലും ഒരു ട്രഡീഷണൽ ഇത് വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഇഷ്ടപ്പെട്ട വേഷം ഒക്കെ എന്താണ്? കൂടുതലും എനിക്ക് എത്നിക് വെയർസ് ആണ് ഇഷ്ടം. അതിപ്പോ സൽവാർ ആയാലും ശരി, സാരി എവിടെയെങ്കിലും ഒക്കെ ചാൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ പോയി സാരി എടുക്കത്തുള്ളൂ. പിന്നെ നോർമൽ നമ്മുടെ ജീനും ടോപ്പ് കംഫർട്ടബിൾ ആയിട്ടുള്ളതിനൊക്കെയാണെങ്കിൽ കുർത്തീസ് അങ്ങനെയൊക്കെ ഇടും. ഇനി എന്തെങ്കിലും ഒരു കഥാപാത്രം ഇങ്ങനൊരു കഥാപാത്രം ചെയ്താൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാണുമ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം, അങ്ങനെയൊക്കെ എന്തെങ്കിലും തോന്നി? ഒരുപാട് തോന്നിയിട്ടുണ്ട്. കാരണം അതൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോ ഞാനത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എന്നാലും നമുക്കിപ്പോ എന്തെങ്കിലും ഒക്കെ കാണുമ്പോ ഇപ്പം ഓക്കെ കൺമണി അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ഒത്തിരി ഉണ്ട്. ഞാൻ പറയാൻ അങ്ങനെ എന്തെങ്കിലും ഇനാക്ട് ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ചെറുപ്പത്തിലല്ലേ? ഇപ്പോഴും കുറെ ക്യാരക്ടേഴ്സ് ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ ചെയ്തത് എങ്ങനെ ഇരിക്കുന്നൊക്കെ തോന്നും. പക്ഷെ എനിക്കിപ്പോ എന്താ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫ്യൂച്ചറിൽ ഇവിടെ വേറൊരാൾ വന്നിരിക്കുമ്പോൾ ആളുടെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ശിവദ അന്ന് ചെയ്ത ക്യാരക്ടർ ചെയ്താൽ കൊള്ളായിരുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ഐ തിങ്ക് അവിടെ ആയിരിക്കും എൻ്റെ വിജയം എന്ന് വിചാരിക്കുന്നു. ഇനി ഭയങ്കര ഫേസ്ബുക്ക് ഫ്രണ്ട്ലി ആളാണ് ഞാൻ? ഒട്ടുമല്ല. ടു ബി ഓണസ്റ്റ് ഞാൻ പറയാണ് എല്ലാവർക്കും ഒരു ബിഗ് സോറി. ബിക്കോസ് എനിക്ക് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒരുപാട് മെസ്സേജസ് വരുന്നു. ഞാൻ ഐ എം വെരി പുവർ ഇൻ സോഷ്യൽ മീഡിയ. ഒട്ടും ആക്റ്റീവ് അല്ല. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കംപ്ലൈന്റ് വാട്സാപ്പ് ഉണ്ട്, അത് 24 മണിക്കൂർ ഓൺ ആയിരിക്കും, പക്ഷെ തിരിച്ചൊരു റിപ്ലൈ വരില്ല. മെസ്സേജസ് കാണും. എനിക്ക് എന്തോ ഞാൻ ഇച്ചിരി മടിച്ചാണ് അതുകൊണ്ടാണ്. പക്ഷെ ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജസ് ഒക്കെ ഞാൻ വായിക്കും. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ റിപ്ലൈയും ചെയ്യും. ഞാൻ വായിക്കാണ്ട് വിടാറില്ല. എല്ലാ മെസ്സേജസും ഞാൻ വായിക്കാറുണ്ട്. പറ്റുമ്പോഴൊക്കെ റിപ്ലൈ ചെയ്യാറില്ല. ഈ റിപ്ലൈ അയക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ടാണ്. പിന്നെ സെൽഫി എടുത്ത് അയക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട്. കാരണം ഇപ്പൊ ഫേസ്ബുക്ക് ഒക്കെ ഹാൻഡിൽ ചെയ്യണം ഞാനല്ല, വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പം അവരിങ്ങനെ പറയും സെൽഫി എടുത്തേക്ക്. അവർ മോർണിംഗ് തൊട്ട് ഒരു 2 hours റിമൈൻഡർ പോലെ ഇങ്ങനെ ഇന്ന് വീഡിയോ ഒന്നും വന്നില്ല, ഇന്ന് ഫോട്ടോ വന്നില്ല. കാരണം ഞാൻ എന്നിട്ട് പറയും എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഡെവലപ്മെന്റ്സ് ഉണ്ട്. കാരണം ഓരോ കാര്യങ്ങൾ ഇപ്പൊ ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഇവിടെ പോകണം അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ അങ്ങനെ ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ നടക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അല്ലാണ്ട് ഇപ്പം ഐ എം ഹിയർ, ഇപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം ഇന്ന ആളുടെ കൂടെ, അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. പൊതുവെ പ്രതികരിക്കുന്ന കൂട്ടത്തിലാണോ അതോ ഐ മീൻ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നാറുള്ള ഒരാളാണോ അതോ? അത് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ കുറെ സംസാരിച്ചിട്ട് കാര്യമില്ല.
ആക്ഷൻ സ്പീക്സ് ലൗഡർ ദൻ വേർഡ്സ്. സോ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ദർസ് നോ ഇതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ എനിക്ക് ഫേസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യണത്, ഞാൻ എങ്ങനെ പ്രാക്ടിക്കലി ഞാൻ അതിനെ എങ്ങനെ ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്നൊരു കാര്യമുണ്ടല്ലോ, അവിടെയാണ്. സോ എനിക്ക് സോഷ്യലി ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂവിനെ കുറിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സേ ലൈക്ക് എനിക്ക് ബൈ വേർഡ്സ് ഐ ഡോണ്ട് വോണ്ട് ടു റെസ്പോണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഐ ഡോണ്ട് വോണ്ട് ടു റെസ്പോണ്ട്, ഐ ഡോണ്ട് വിഷ് ടു റെസ്പോണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ്. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് നമ്മളിവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞു പോയ ഇഷ്യൂവിനെ കുറിച്ച് നമ്മളിവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ അർത്ഥം ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ളതല്ല. ബട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അത് തോന്നുന്ന സമയത്ത് ഞാൻ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. ബട്ട് ഐ വോണ്ട് ലൈക്ക് അറ്റ് പ്രസന്റ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. ഓക്കെ, ഇനി വേറെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് സിനിമ അല്ലാതെ? സിനിമ അല്ലാതെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഡാൻസർ ആണോ? ഞാൻ ആക്ച്വലി 12 ഇയേഴ്സ് ഞാൻ ഇവിടെ നാട്ടിൽ സുധാ പീതാംബരൻ ടീച്ചറിന്റെ കീഴിൽ ഡാൻസ് പഠിച്ചു. ഭരതനാട്യം ഇല്ല, ഇവിടെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി മൂന്നും കൂടെ പഠിച്ചു. പിന്നെ ഒരു ബ്രേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ചെന്നൈയിൽ ധനഞ്ജയൻ സർ ശാന്താക്ക അവരെ ഭരത കലാഞ്ജലിയിൽ ഞാൻ ഡാൻസ് പഠിക്കുന്നു. അത് ഭരതനാട്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അതെന്താന്ന് വെച്ചാൽ മാവേലിയുടെ കൂട്ടാണ്. ഷൂട്ട് ഉള്ളപ്പോൾ പോവില്ല, അല്ലെങ്കിൽ പോവും, അങ്ങനത്തെ രീതിയാണ്. പക്ഷെ സാറിന്റെ അടുത്താണ് പഠിക്കുന്നത് ഇപ്പോൾ. കാരണം ഇത്രയും വലിയൊരു നാട്യഗുരു രണ്ടുപേരുടെ അടുത്ത് പഠിക്കാൻ പറ്റിയത് വലിയൊരു കാര്യം. പിന്നെ അതുപോലെ ഞാനിപ്പോൾ MA ചെയ്തുകൊണ്ടിരിക്കുക ഡാൻസിൽ. അതൊരു കറസ്പോണ്ടൻസ് കോഴ്സിൽ ചെയ്തുകൊണ്ടിരിക്കുക. എക്സാംസ് ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല ഷൂട്ട് കാരണം. അത് എഴുതും. ഞാൻ ഇപ്പൊ ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിന്റെ എക്സാം പറ്റില്ല എഴുതാനായിട്ട്, ഷൂട്ട് ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഇയർ 3 ഇയേഴ്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് എല്ലാം കൂടെ ഒരുമിച്ച്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ശിവത ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം എന്താണ്? ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം നമ്മുടെ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്. അങ്ങനെ കിട്ടിയ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കമന്റ് ഏതായിരിക്കും? കുറേ ഉണ്ട്. കാരണം എൻ്റെ ഫസ്റ്റ് മൂവി തമിഴിൽ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ലൈം ലൈറ്റിലേക്ക് വരുന്നത്. നെടുഞ്ചാലയം എന്ന മൂവി. ഞാൻ ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. അതറിയാണ്ട് പോലും ഇൻഡസ്ട്രിയിൽ ലീഡിങ് ഡയറക്ടേഴ്സ്, ലീഡിങ് ആക്ടേഴ്സ് പടം കണ്ടിട്ട് എൻ്റെ നമ്പർ തപ്പിയെടുത്തിട്ട് എന്നെ വിളിച്ചു. ഓക്കെ, അപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. അതേപോലെ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ സുധീവ് ആത്മീകത്തിൻ്റെ കാര്യത്തിലും അതേ തന്നെയാണ് സംഭവിച്ചത്. മലയാളത്തിൽ കല്യാണി എന്നുള്ള ക്യാരക്ടർ ഭയങ്കര രജിസ്റ്ററായി, ഓഡിയൻസിൽ നിന്ന് ഒരു സ്നേഹം നമുക്ക് കിട്ടി. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ അതേ കൺകൾ എന്ന് പറഞ്ഞ തമിഴിലൊരു മൂവി റിലീസായി. അതിലൊരു നെഗറ്റീവ് ഷെയ്ഡ് ആയിരുന്നു, വില്ലനായിട്ടായിരുന്നു. എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ആദ്യം പേടിയുണ്ടായിരുന്നു എങ്ങനെ ഓഡിയൻസ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ഹീറോയിനേക്കാളും ലൈക്ക് ഹീറോനെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു അതേപോലെ തന്നെ ഒരു വില്ലനെ എൻജോയ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അത് കണ്ടിട്ട് എന്നെ ശിവകാർത്തികേയൻ, ആര്യൊക്കെ വിളിച്ച് നന്നായി ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓൺ ക്ലൗഡ് 9. കാരണം നമ്മൾ ഇവരെ കൂടി ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ അവർ പടം പോയി കണ്ടിട്ട് നമ്മൾ വിളിച്ച് പറയാന്ന് പറയുമ്പോൾ അതെ, ഡെഫിനറ്റ്ലി. അപ്പൊ എന്തായാലും മൂവി റിലീസ് ആവാൻ പോവാണ്, 2 സിനിമകൾ ബാക്ക് ടു ബാക്ക്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു തമിഴ് റിലീസസ് ഉണ്ട്. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞങ്ങൾ മലയാളികൾ തമിഴ് സിനിമകളും കാണും, മലയാള സിനിമയും കാണും. അപ്പൊ എന്താണ് പ്രേക്ഷകരോട്? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പൊ അറ്റ് പ്രസന്റ് റിലീസ് ആവാനിരിക്കുന്ന ലക്ഷ്യം ആൻഡ് അച്ചയൻസ് ആണ്. ലക്ഷ്യം മെയ് 5-ാം തീയതി, അച്ചയൻസ് മെയ് 12-നാണ്. ലക്ഷ്യം എല്ലാവർക്കും അറിയാം, ലൈക്ക് മിനിമം ഗ്യാരണ്ടി ആണ് ജിത്തു ജോസഫ് സാറിന്റെ പേര് പറയുമ്പോൾ തന്നെ. സോ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇമോഷണൽ ത്രില്ലർ ആണെങ്കിലും ഈ 2 hours നിങ്ങൾ ഉറപ്പായിട്ടും അത് എൻഗേജ്ഡ് ആക്കി വെക്കും, നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതേപോലെ അച്ചയൻസ് പറയുമ്പോൾ ഒരു വമ്പൻ ഒരു കൂട്ടുകെട്ടാണ്. അപ്പോൾ 2 hours നിങ്ങൾക്ക് ചിരിച്ച് ഇത് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനും അതേപോലെ അതിനകത്തൊരു നല്ലൊരു ത്രെഡും ഉണ്ട്. സോ അതുകൊണ്ട് 2 പടങ്ങളും തീർച്ചയായിട്ടും പോയി കാണുക. കാണുമ്പോൾ തിയേറ്ററിൽ മാത്രം പോയി കാണുക, CD ഒന്നും എടുത്ത് കാണരുത്. കാരണം ഇത്രയും പേരൊരു എഫേർട്ടാണ്. സോ തിയേറ്ററിൽ പോയി കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഫീഡ്ബാക്സ് ഒക്കെ ഇനിയും ഫേസ്ബുക്കിലൂടെയൊക്കെ അറിയിക്കുക. അപ്പം ഞാനും തിരിച്ച് റിപ്ലൈ ഒക്കെ അയക്കാൻ നോക്കാം. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന എല്ലാ സിനിമകളും വലിയ വിജയമാവട്ടെ. മനസ്സിലാഗ്രഹിക്കുന്ന പോലെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു കുടുംബജീവിതം ഇനി അങ്ങോട്ടും തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.